അപ്പോൾ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയാണ് ചർച്ച എന്ന് പറയുന്നത്. അതിൽ എൻ സി ആർ ടിയിൽ ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ആകെ ഒരു 9 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ കണ്ട് പരിചയമില്ലാത്ത ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. ഈ പാഠം കുറേ ന്യൂമറിക്കൽസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പം പ്രാക്ടീസ് ചെയ്ത് ശീലമില്ലാത്ത കുറച്ച് ന്യൂമറിക്കൽസാണ് ഞാൻ പരിചയപ്പെടുന്നത്. ടോട്ടലി 4 ചോദ്യമാണ് എനിക്ക് എക്സാമിന് വരാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നത്. കാരണം അതിൽ ആകെ ഒരു 9 ക്വസ്റ്റ്യനിൽ അതിൽ 4 തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതന്നെ വലിയൊരു കാര്യമാണ്. സോ അപ്പോൾ 4 ക്വസ്റ്റ്യൻസിലായാലും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യാണ്. ദ സ്റ്റോറേജ് ബാറ്ററി ഓഫ് എ കാർ ഹാസ് എൻ EMF ഓഫ് 12 വോൾട്ട്. 12 വോൾട്ടിലെ പൊട്ടൻഷ്യൽ ഉണ്ട്. ഇഫ് ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ ആണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ബാറ്ററി 0.4 ഓം. വാട്ട് ഈസ് ദ മാക്സിമം കറണ്ട് ദാറ്റ് കൻ ബി ഡ്രോൺ ഫ്രം ദ ബാറ്ററി. അതിൽ പറയുന്ന ഇതാണ്, ടു ഫൈൻഡ് ദ മാക്സിമം കറണ്ട് യൂസ് ദ കോൺസെപ്റ്റ് ദാറ്റ് ദ കറണ്ട് ഈസ് മാക്സിമം വിത്ത് ദ എക്സ്റ്റേണൽ ലോഡ് റെസിസ്റ്റൻസ് ഈസ് 0. അതായത് 2 തരം റെസിസ്റ്റൻസ് ഉണ്ട്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 0 ആക്കുന്ന കണ്ടീഷനിൽ ഇതെന്തായാലും ഇവിടെ ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. എത്ര 0.48 കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് 0 ആക്കുന്ന കണ്ടീഷനിലാണ് നമുക്ക് എന്ത് കിട്ടുക, മാക്സിമം കറണ്ട് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റിന് ചിലപ്പോൾ ക്ലാസ്സിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കറണ്ട് ഡ്രോൺ ഫ്രം ബാറ്ററി I ഈസ് ഈക്വൽ ടു E ഡിവൈഡഡ് ബൈ R+R. ഇത് നിങ്ങൾ കണ്ട ഇക്വേഷൻ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പം ചെയ്തിട്ടുണ്ടാവില്ല. ഇതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന വലിയ ആറിനെ 0 ആക്കി എടുക്കണം. ഇവിടെ കണ്ട ഇൻ കേസ് ഓഫ് മാക്സിമം കറണ്ട് ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു 0. ഇത് 0 ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്തായി മാറി, I ഈസ് ഈക്വൽ ടു E/R. ഇവിടെ ഈ ഇക്വേഷന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്ന് പറയേണ്ടത് E/R ഈ 2 വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നില്ലത്. അത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഈ കണ്ടീഷൻ ആലോചിക്കുക, മാക്സിമം കറണ്ട് കിട്ടണമെങ്കിൽ എന്ത് വേണം, R ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ കണ്ടീഷൻ നമ്മൾ എടുക്കണം. ഏത് R? ചെറിയ R അല്ല, ക്യാപിറ്റൽ R. അപ്പോൾ I മാക്സ് ഈസ് ഈക്വൽ ടു E/R. അപ്പോൾ E എന്ന് പറയുന്ന 12, 0.4. ഇതിനെങ്ങനെ 0.4 നമുക്ക് 4/10 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഈ 10 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 12 ഇത് ഇൻറ്റു ബൈ 4. ഇതിൽ 12ൽ 4 ടൈംസ് എത്ര, 3. അപ്പോൾ 3 × 10 30 ആംബിയർ. കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംബിയർ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റ് ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് മാക്സിമം കറണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇതെല്ലാം പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് നോർമലായിട്ട് ഇതെല്ലാം നമ്മളെ നോർമലി നിങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 1/R P ഈസ് ഈക്വൽ ടു 1/R1 + R2 + 1/R3. അതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ്. ഇനി നമ്മൾ എക്സാമിന് അധികം ചോദിക്കാത്ത തൊടാത്തൊരു ഭാഗമാണ് നമ്മളെ ഈ പറയുന്ന ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഇതിലിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അറ്റ് റൂം ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ് റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് എലമെൻറ്റ് ഈസ് 100 ഓം. ഇത്രയാണ് തന്നിട്ടുണ്ട്. ഇത് R1. അറ്റ് വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് എലമെൻറ്റ് ഇഫ് റെസിസ്റ്റൻസ് ഈസ് ഫൗണ്ട് ടു ബി ഇത്ര എന്ന് പറയുന്നത് R2 ഗിവൺ ദറ്റ് ടെമ്പറേച്ചർ കോഫിഷ്യൻ. ഇതെന്തായി സാധനം, ടെമ്പറേച്ചർ കോഫിഷ്യൻ എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത്. ആൽഫയാണ് ഇത്ര തന്നിട്ടില്ല നമുക്ക്. ഇവിടുത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. യൂസ് ദ കോൺസെപ്റ്റ് ദാറ്റ് റെസിസ്റ്റൻസ് ഓഫ് ഹീറ്റിംഗ് എലമെൻറ്റ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നാണ് ഒരു പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ R27. ഈ 27 അതായത് 27 ഡിഗ്രി സെൽഷ്യസിലുള്ള ടെമ്പറേച്ചറാണ് 100 ഓം. അതേപോലെ ഇഫ് RT എന്ന് പറയുന്നത് നമ്മളെ രണ്ടാമത്തെ ടെമ്പറേച്ചർ. അതായത് നമ്മൾ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അതിന് T എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഈ T നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അൺനോൺ ടെമ്പറേച്ചറാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാം, 107 ഇതാണെന്ന് അറിയാം. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷനാണ് ആൽഫ തന്നിട്ടുണ്ട്. ആൽഫ ഈസ് ഈക്വൽ ടു R2 - R1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു T2 - T1. അതായത് ഇതെവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, ആൽഫ ഈസ് ഈക്വൽ ടു R2 - RT2 - RT1 ഡിവൈഡഡ് ബൈ R1 ഇൻറ്റു T2 - T1. സെക്കൻഡ് റെസിസ്റ്റൻസ് മൈനസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇൻറ്റു ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചേഴ്സ്. അപ്പോൾ നമുക്ക് 117 - 100 ഡിവൈഡഡ് ബൈ ഫസ്റ്റിൻ്റെ റെസിസ്റ്റൻസ് ആവേണ്ട. അപ്പോൾ 100 ഇൻറ്റു ഇത് എക്സ് ആണ്, കാരണം നമുക്കിത് അറിയില്ല. അപ്പോൾ T - 27. അപ്പോൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോൾ ഇത് ഈ പറയുന്ന T - 27 ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ T - 27 ഇസ് ഈക്വൽ ടു ഇത് മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ 17 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഇത്ര ഇൻറ്റു ഇത്ര. അപ്പോൾ T ഈസ് ഈക്വൽ ടു 1000 + 27 ഈസ് ഈക്വൽ ടു, അതായത് T ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂട്ടി ചെയ്യുമ്പോഴത്തേക്ക് 1000 കിട്ടി. അപ്പോൾ T - 27
ഈക്വൽ 1000 എന്ന് വന്ന് അപ്പോൾ എന്താ ടി കിട്ടേണ്ടിക്കൽ ഈ 27 അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാം. അപ്പോൾ 1000 + 27 ഈക്വൽ എത്ര 1027 സെൽഷ്യസ്. ഇത് ആക്ച്വലി എന്താണ് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. കാരണം ഇപ്പോൾ ന്യൂമറിക്കൽസ് കൂടുതലായിട്ട് നമ്മളെ ഫിസിക്സിൻ്റെ NCERT-യിൽ മീൻ ഫിസിക്സിൻ്റെ +2-ൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ നിങ്ങളെ കൊണ്ട് ന്യൂമറിക്കൽസ് ചെയ്യിപ്പിക്കുന്നത്. ഇത് എത്ര സിമ്പിൾ ചോദ്യം ആയിക്കോട്ടെ, ഈ കോൺസെപ്റ്റ് എന്താണ് നിങ്ങൾ ഈ കോൺസെപ്റ്റിലെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യണം. അല്ലെങ്കിൽ എന്താ ഇത് പണി പാളും. എന്താണ് ഇതിൻ്റെ ആ ഒരു ഇക്വേഷനെ കറക്റ്റ് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ചിലപ്പോൾ ഒരു 2 or 3 മാർക്കെല്ലാം കിട്ടേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും വെറുതെ ആയിപ്പോൾ, അത് പിന്നെ കിട്ടാണ്ടായി പോകും. അടുത്തൊരു ക്വസ്റ്റ്യനാണ് നമ്മളെ കറണ്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് തോന്നിയത്. ഡെറ്റർമൈൻ ദ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച്. ഇങ്ങനത്തെ ഒരു വലിയ പോലത്തെ ഒരു സർക്യൂട്ട് തന്നിട്ട് അതിൻ്റെ എന്താ നമ്മളെ കറണ്ട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചില്ല. ഈച്ച് ബ്രാഞ്ചിലുള്ളത് എന്താ ഇവിടെ നമ്മൾ കിർച്ചോഫിൻ്റെ ലോസ് ആണ്, അതായത് കിർച്ചോഫ് ജംഗ്ഷൻ റൂളും കിർച്ചോഫ് കറണ്ട് റൂളും ഉണ്ടല്ലോ. നമ്മളിവിടെ കിർച്ചോഫിൻ്റെ ഫസ്റ്റ് റൂൾ അവിടെ ഉപയോഗിക്കുന്നത് ഏത് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ. അപ്പോൾ എന്താ കിർച്ചോഫ് ജംഗ്ഷൻ റൂളിൽ കിർച്ചോഫിനെ ലൂപ്പ് റൂൾ അവിടെ ഉപയോഗിക്കുന്നത്. അതായത് ഇത് സമേഷൻ ഓഫ് വോൾട്ടേജ് സിക്കൽ സമേഷൻ ഓഫ് കറണ്ട് ഇൻറ്റു എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ABD, ഫസ്റ്റ് കൺസിഡർ ചെയ്യാൻ പോകുന്നത് ABDA എന്ന് പറയുന്ന ലൂപ്പാണ്. അപ്പോൾ ഞാനെന്താ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് ഇവിടുന്ന് നടക്കാൻ തുടങ്ങി. ഞാൻ സൂര്യകിരൺ CC എന്താ ഇവിടുന്ന് നടക്കാൻ തുടങ്ങി. ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ അതേ ഡയറക്ഷനിൽ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് എന്താ I1 കറണ്ടിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാൻ എന്തുകൊണ്ട് ഒരു 10 ohm റെസിസ്റ്റൻസ് കണ്ട്. അപ്പോൾ എന്താണ് 10I1 പ്ലസ് എന്താ നമ്മളിങ്ങനെ താഴെ പോയി ഞാനിതാ ഇവിടെ എത്തി. ഇവിടുന്ന് പിന്നെ ഇങ്ങനെ പോയി നോക്കുമ്പോൾ I2-ലെത്തി. എനിക്ക് എന്താ ഇവിടുന്ന് കറണ്ട് മാറിയിട്ട് ഇവിടെ I2 കിട്ടി. I2 × 5 അപ്പോൾ എന്താ +5I2 ഇങ്ങനെ താഴെ പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു നടക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ പറയുന്ന I എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഇവിടുന്ന് I എന്ന് പറയുന്ന ഒരു കറണ്ടാണ്. ഇങ്ങനെ ഈ മറ്റേ ഇതിൻ്റെ പേരുന്നൊരു ബാറ്ററി അല്ല, ഈ ബാറ്ററിയിൽ നിന്ന് ഇങ്ങനെ I എന്ന് പറയുന്ന കറണ്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഇവിടുന്ന് ജംഗ്ഷൻ റൂൾ പ്രകാരം സ്പ്ലിറ്റ് ആയിട്ട് I1-ഉം ഈ പറയുന്ന അപ്പോൾ എന്താ ഇത് ടോട്ടൽ നിന്ന് I1 കുറച്ച് കറണ്ട് ഇതിലോട്ട് പോകുന്നുണ്ട്. ഇതിലോട്ട് I1 പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ടോട്ടൽ I ആയിരുന്നുള്ളത്, അതിൽ നിന്ന് I1 കുറച്ച് കറണ്ട് I - I1 കറണ്ടാണ് ഇതിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ എത്തിയിട്ട് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് എന്താ 5 × I - I1, അതായത് ഞാൻ ഇത് മൈനസ് ആയില്ലത്. കാരണം എന്താ ഞാൻ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇതില്ലത്. കാരണം ഇങ്ങനെ ഒരു ലൂപ്പിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്താ ഇവിടെ മൈനസ് ഈ -5 വരാൻ കാരണം +5 വരാത്തതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ കറക്റ്റായിരുന്നു. പക്ഷേ ഇത് പിന്നെ ഞാൻ എന്താണ് എൻ്റെ ഓർഡർ തെറ്റിച്ച് ഇങ്ങനെ വരുന്നതിൻ്റെ പകരം ഞാൻ എന്താ നേരെ ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ എന്താ നമ്മളെ ആൻറ്റി ക്ലോക്ക് വൈസിൽ എന്നിട്ട് വരുന്ന സമയത്ത് എന്താ നമ്മളെ ഈ പറയുന്ന സൈന് മാറും. അപ്പോൾ -5 × I - I1 എത്രയെന്ന് ഇക്വേറ്റ് ചെയ്യണം, 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 2I1 + I2 ഈക്വൽ, അതായത് ഈ സാധനത്തിന് ഇങ്ങോട്ടേക്ക് ഉള്ളിലെല്ലാം കയറ്റിയിട്ടാണ് അത് എന്താ പറയുക കട്ടിങ്സ് ഫിറ്റിങ്സ് എല്ലാം നടത്തിയിട്ടാണ് 2I1 + I2 - I + I1. അപ്പോൾ എത്രയാ ഈക്വൽ 0. ഈ 2I1 2 ചക്ക + 1 ചക്ക 3 ചക്ക 3I1 + I2 = I. ഈ ഇന്ന സൈൻ അപ്പുറത്ത് പറഞ്ഞേച്ച് അതെന്തായി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതി. അവിടെ പോയി ഫസ്റ്റ് ഇക്വേഷൻ ലൂപ്പ് BCDB ഏതായത് BCDB ഇങ്ങനെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെ ഇവിടെ ഇല്ല, ഞാനിപ്പോൾ സൂര്യകിരൺ CC ഇവിടെ എത്തി, Bന്ന് ഇങ്ങോട്ടേക്ക് പോയി. എൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ എന്താ ഇത് ആക്ച്വലി ഈ പറയുന്ന I2 എന്ന് പറയുന്ന കറണ്ട് അല്ലേ. അപ്പോൾ 5 × I1 - I2 കറണ്ട് ആയിരിക്കും പോവുക ഇവിടെ. അതായത് ഇവിടെ എന്താ ഓക്കെ ഇവിടെ I2 എന്ന് പറയുന്ന കറണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എന്താ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഇതിപ്പോൾ I1 ഇങ്ങനെ പോയി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ എന്താ I1 കറണ്ട് നിന്ന് I2 കറണ്ട്, അതായത് കുറച്ച് പോർഷൻ I2ൻ്റെ കറണ്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ട്, I1ൻ്റെയും പോയിട്ടുണ്ട്. അപ്പോൾ എന്താ I1 - I2 കറണ്ട് ആയിരിക്കും, ഈ രണ്ടിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ഇതിലോട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ 5 × I1 - I2 മൈനസ് ഇവിടെ ഒരു 10 ഉണ്ടല്ലോ, ഈ പോയിന്റിൽ എത്തുന്ന സമയത്ത് അതായത് ഇതിലോട്ട് വരുന്ന സമയത്ത് ഇത് I - I1 ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു +I2, ഇവിടെ താഴെ വരുമ്പോൾ ഈ ഒരു I2 കൂടി ഇവിടെ കറണ്ട് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പ്ലസ് ഒരു I2 കൂടി ഉണ്ട്. അപ്പോൾ ഇത്ര ടോട്ടൽ ചാർജ് ഇവിടെ ഉണ്ട്. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ഇവിടെ ഉണ്ട്. മൈനസ് കാരണം എന്താ മൈനസ് എന്തുകൊണ്ടാണ് വരുന്നത്, നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഈ പറയുന്ന -10 ×
ഐ മൈനസ് I1 പ്ലസ് I2 എന്താണ് പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ, അതായത് കറണ്ട് ഈ ആരോ നിങ്ങൾ ശ്രദ്ധിക്കുക, ആരോ ഇങ്ങോട്ടേക്ക് പോകുന്നത്, പക്ഷേ നമ്മൾ ആരോന് വിപരീതമായിട്ട് ഇങ്ങോട്ടേക്കാണല്ലോ പോകുന്നത്, അതുകൊണ്ടാണ് ഈ മൈനസ് വരുന്നത്. ആരോ നോക്ക് നിങ്ങൾ, ഇങ്ങോട്ടേക്കാണ് ആക്ച്വലി ആരോ പോകുന്നത്, പക്ഷേ നമ്മൾ സഞ്ചരിക്കുന്ന എങ്ങോട്ടേക്കാണ്, ഇങ്ങോട്ടേക്കാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന മൈനസ് കൂടി വന്നത്. -10 ഇൻറ്റു I മൈനസ് I1 പ്ലസ് I2 -5 ഇൻറ്റു എന്താണ് ഇവിടെ I2 ആയില്ല, ഈക്വൽ 0. അപ്പോൾ എന്താ, ഇതെല്ലാം ഈ രണ്ട് ഉള്ളിൽ കയറ്റി, അപ്പോൾ എന്താ ലാസ്റ്റ് കട്ടിങ്സ് ഫിറ്റിങ്സ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 3I1 മൈനസ് 4I2 2I എന്ന് പറയുന്നത് സെക്കൻഡ് റിലേഷൻ കിട്ടി. അപ്പോൾ എന്താ, എനിക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി, സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. അപ്പോൾ രണ്ട് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ x1 പ്ലസ് y1 ഈക്വൽ ടു 0, x2 പ്ലസ് y2 ഈക്വൽ ടു 0, ഇങ്ങനെ രണ്ട് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഈ പറയുന്ന ഈ വാല്യൂസ് കണ്ടുപിടിക്കാമല്ലോ. സോറി, ഇങ്ങനെ എടുക്കണ്ട, ഒരു ഫീൽ കിട്ടുന്നില്ല. ഇതിപ്പോൾ ഒരു x പ്ലസ് 2y ഈക്വൽ ടു 0, 2x പ്ലസ് y ഈക്വൽ ടു 0. ഇപ്പോൾ എനിക്ക് ഇതിന്ന് എന്താണ് x ഈക്വൽ ടു ഒരു വാല്യൂ കണ്ടുപിടിക്കുക, y ഈക്വൽ ടു വാല്യൂ കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് സോൾവിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇതെന്താ, ഇത് 8ാം ക്ലാസ്സിലെ കണക്കായത്. 8ാം ക്ലാസ്സിൽ നമ്മളിങ്ങനെ പൊതുവെ കണക്കെല്ലാം ചെയ്യൽ, ഇങ്ങനെ രണ്ട് ഇക്വേഷൻ തന്നിട്ട് എക്സും വൈയും അൺനോൺ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, I1 ഇസിക്കൽ 2I/5, I2 ഇസിക്കൽ ടു ഇവിടെ ഒരു മൈനസ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ, മൈനസ് എന്താണ് I/5 എന്നും കിട്ടി. ലൂപ്പ് ABCEFA, അതായത് ABCEFA, അതായത് ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ. അപ്പോൾ ഈ ചോദ്യം അത്യാവശ്യം കുറേ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടെന്താ പറയുക, ഇത് കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്താ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഓരോ സ്റ്റെപ്പും നോക്കി പോവാം. അപ്പോൾ ലൂപ്പ് ABCEFAയിൽ 10 ഇസിക്കൽ 10I പ്ലസ് 10I1 പ്ലസ് 5 ഇൻറ്റു I മൈനസ് I1. അപ്പോൾ എന്താ, ഈ കട്ടിങ്സ് ഫിറ്റിങ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 ഇസിക്കൽ 2I പ്ലസ് 3I മൈനസ് I2 എന്ന് പറയുന്ന ഒരു നമുക്ക് എന്ത് കിട്ടി, 4th ഇക്വേഷൻ കിട്ടി. ഈ പറയുന്ന ഈ കിട്ടിയ വാല്യൂസ് ഞാൻ 3rd ഇക്വേഷനായിട്ട് എടുത്ത്, ഈ കിട്ടിയതിനെ ഞാൻ 4th ഇക്വേഷനായിട്ട് എടുത്ത്. അടുത്തത് പുട്ടിങ് ദ വാല്യൂസ് ഓഫ് I1 and I2. നമ്മൾ ഈ 3rd ഇക്വേഷനിൽ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, I1 I2 കണ്ടുപിടിച്ചിട്ട് അതെന്ത് ചെയ്യുക, ഈ 4th ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നല്ല, അതിലേക്ക് വാല്യൂ പുട്ട് ചെയ്യുക. അപ്പോൾ 2 ഇസിക്കൽ 2I പ്ലസ് 3 ഇൻറ്റു I1ൻ്റെ പകരം 2I/5 മൈനസ്, ഇപ്പോൾ എന്താ, ഈ നമുക്ക് I എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഇപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇത് പറഞ്ഞു തരുന്നത്. അതിനാണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത്. നമുക്ക് എന്താ, ഈ ഡിറ്റർമൈൻ ദ കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ച് ഓഫ് ദ എന്താണ് നെറ്റ്വർക്ക് ഷോൺ ഇൻ ദ ഗിവൺ ഫിഗർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2 ഇസിക്കൽ 2I പ്ലസ് 3 ഇൻറ്റു ഇത്ര മൈനസ് അതാണ് നമ്മളെടുപ്പോൾ I2ന് പകരം നമ്മൾ മൈനസ് I/5 കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് പ്ലസ് ആയി മാറും. അപ്പോൾ ഇത് എന്താണ് ചെയ്ത് വരുന്നപ്പോഴത്തേക്ക് ഞാൻ വേണ്ടിയൊക്കെ ചെയ്യുക, 2I പ്ലസ് ഇതെന്താ, ഒരു 6I/5 പ്ലസ് I/5. അപ്പോൾ ഒരു 7I/5 കിട്ടും. അപ്പോൾ ഇത് 2I പ്ലസ് 7I/5. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 2 ഇൻറ്റു 5 10I പ്ലസ് 7I ഈക്വൽ ടു 17I/5. അപ്പോൾ എന്ത് കിട്ടി, ഇനി ഇതിന്ന് I എങ്ങനെ കണ്ടുപിടിക്കുക, ഇതിന് അങ്ങോട്ടേക്ക് പറഞ്ഞേക്കോ, ഇതിന് താഴെ പറഞ്ഞേക്കോ. അപ്പോൾ 5 ഇൻറ്റു 10 താഴെ 17. അപ്പോൾ I ഇസിക്കൽ ടു 10/17 എന്ന് കിട്ടി. ഇത് നമുക്ക് എന്ത് കിട്ടി, ഇതിലൂടെ ഒഴുകുന്ന ടോട്ടൽ കറണ്ട് കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഓരോ ബ്രാഞ്ചിലെ കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് ഇൻ ബ്രാഞ്ച് AB I1 ഇസിക്കൽ 2/5 ഇൻറ്റു നമ്മൾ ഈ പറയുന്ന I1 ആണല്ലോ, ഓരോന്നിലെ കണ്ടുപിടിക്കണം. അപ്പോൾ I1 ഇസിക്കൽ 2I/5. അപ്പോൾ 2/5 ഇൻറ്റു എന്താ, നമ്മളിപ്പോൾ I എത്ര കണ്ടുപിടിച്ചില്ല, അത് 10/17 അല്ല, ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 4 ഈ 2 ഇപ്പോൾ ഈ 5ഉം 10ഉം കൂടി കട്ടായി, അപ്പോൾ 5/2 ഇൻറ്റു 2 4/17 ആംബിയർ കിട്ടും. I2 എത്രയാണ്, മൈനസ് I/5, അതായത് മൈനസ് 2/17. അതെങ്ങനെയാണ് വന്നത്, അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 10/-10/17 ഡിവൈഡഡ് ബൈ 5/1. അപ്പോൾ എന്ത് ചെയ്യുക, കാരണം ഇവിടെ 5 ഉണ്ടല്ലോ, -10/17 ഇൻറ്റു 1/5 വരും. അപ്പോൾ ഇത് കട്ടായി, അങ്ങനെ -2/17 എന്ന് വന്നത്. I1ഉം I2ഉം കിട്ടി. കറണ്ട് ഇൻ ബ്രാഞ്ച് AB എന്ന് പറയുന്ന ബ്രാഞ്ച് ഇവിടെ ഒഴുകുന്ന ഇതിനൊരു ബ്രാഞ്ചായിട്ട് കണക്കാക്കൂ, ഇതിനൊരു ബ്രാഞ്ചായിട്ട് കണക്കാക്കൂ, ഇതിനൊരു ബ്രാഞ്ച് അങ്ങനെയായിട്ട് കണക്കാക്കുന്നത്. കറണ്ട് ഇൻ ബ്രാഞ്ച് AB ഈസ് I1. ഇതിലൂടെ I1 ആണ് ഇതെടുപ്പോൾ ഇതാ I1 കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ അത് 4/17 ആംപിയർ കിട്ടി. കറണ്ട് ഇൻ ബ്രാഞ്ച് BC, അതായത് I1 ഇതന്നെ ഒന്നും ചെയ്യാനില്ല, ഈ I1 മൈനസ് I2 എന്നെല്ലാം പറയാൻ നിങ്ങൾക്ക് ഇനി ജസ്റ്റ് വാല്യൂ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഡീഷണൽ സബ്ട്രാക്ഷനിൽ മൾട്ടിപ്ലിക്കേഷനിൽ ഇനി എന്തായാലും നിങ്ങൾക്കത് കാൽക്കുലേറ്റർ വെച്ചിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. I1 മൈനസ് I2 ചെയ്ത് കഴിഞ്ഞാൽ 6/17 കിട്ടി. എന്താണ് AD എടുപ്പോയി, AD എന്ന് പറയുമ്പോൾ ഇത് BC എന്ന് പറയുന്നത്
AD എന്ന് പറയുന്നത് ഇത് I മൈനസ് I1. അപ്പോൾ ഈ സാധനം 6/17 ആംപിയർ. ഇത് കുറച്ച് അത്യാവശ്യം ലെങ്തിയാണ്. കറണ്ട് ഇൻ ബ്രാഞ്ച് DC = I മൈനസ് I1 + I2. ഏത് എടുപ്പ് ഇതാ I മൈനസ് I1 + I2. ചെയ്ത സമയത്ത് നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4/17 ആംപിയർ കിട്ടി. അപ്പോൾ ഇത് അത്യാവശ്യം കുറേ ലെങ്തിയാണ്. ഇത് ഇവിടെ നിന്നെല്ലാം തുടങ്ങി ഇങ്ങെത്തി ഇത് വരുന്നുണ്ടെങ്കിൽ ഒരു 4 മാർക്കിനെങ്കിലും മിനിമം 4 മാർക്ക്. അതായത് അതിൻ്റെ അപ്പുറം കുറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ നിങ്ങളെ സമയം പോകുന്നില്ലാണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒന്നും ചോദിക്കാൻ പാടില്ല ശരിക്കും. ഇത് കുട്ടികൾ കുറേ സ്റ്റെപ്പ് ചെയ്ത് വന്നിട്ട് അവസാനം നേരെ 2 മാർക്ക് 1 മാർക്കിനെല്ലാം ചോദിച്ചാൽ ഇത് ഒരുമാതിരി കുട്ടികൾ അത് എന്താ നിങ്ങൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടിയൊക്കെ ചോദിച്ചു. പക്ഷേ അതിന് കണക്കില്ല മാർക്ക് കൊടുക്കണ്ടേ? അതിലല്ലേ നമുക്ക് പരാതി. ഇത്രക്കാരും കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അവസാനം പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ആകെ 1 മാർക്കില്ല അല്ലേ 2 മാർക്കില്ല. പിന്നെ ഇതെന്തിൻ്റെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു മിനിമം ഇനി 4 മാർക്ക് 5 മാർക്കിന് ചോദിക്കേണ്ടതാണ്. 4 മാർക്കെങ്കിലും ഇനി കൊടുക്കണം. ഇത്ര സ്റ്റെപ്പ് എഴുതുന്ന സ്ഥിതിക്ക് ഇത് വരച്ച് ഇത് ഓരോന്നും കണ്ടുപിടിച്ച് ഇക്വേഷൻ 4 ഇക്വേഷൻ ഉണ്ടാക്കി എന്നിട്ട് അതിൽ നിന്ന് I1 I2 I കണ്ടുപിടിച്ച് എന്നിട്ട് ഓരോന്ന് 4 എണ്ണം സെപ്പറേറ്റ് കണ്ടുപിടിച്ച് 4 മാർക്ക് കുറഞ്ഞാൽ 1 മാർക്ക് ഞാൻ ഇന്നെ പ്രതീക്ഷിക്കുന്നില്ല. വരുന്നുണ്ടെങ്കിൽ ഇത് NCERT എക്സാമ്പിൾ എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയത്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുപിട്ടിട്ടുണ്ടെങ്കിൽ 4 മാർക്കിനല്ലേ ക്വസ്റ്റ്യൻ ആയത്. വരുന്നുണ്ടെങ്കിൽ 4 മാർക്കിനെ വരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഇത് വരുമെന്നില്ല. 2 മാർക്കിലെല്ലാം ചോദിച്ചിട്ട് വെറുതെ കുട്ടികളെ സ്വീപ്പാക്കുന്ന. ഇനി ഇത് NCERT ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ് ഇനി NCERT എക്സാമ്പിളർ ക്വസ്റ്റ്യൻസ് എന്നും പറഞ്ഞിട്ട് അതായത് NCERT-നെക്കാളും കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയത്. അപ്പോൾ അതും ചിലപ്പോൾ എക്സാമിന് വരാം. അതിപ്പോൾ ഞാൻ ഇതിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇത് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുവാണ്. ദ റിലാക്സേഷൻ ടൈം ഇതെന്ന് പറയുന്നത് ടോ ഇസ് നിയർലി ഇൻഡിപെൻഡൻറ്റ് ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് വേർ ഇസ് ഇറ്റ് ചേഞ്ചസ് സിഗ്നിഫിക്കൻ്റ്ലി വിത്ത് ടെമ്പറേച്ചർ. ഫസ്റ്റ് ഫാക്ട് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഓംസ് ലോ വേർ ഇസ് സെക്കൻഡ് ഫാക്ട് ലീഡ്സ് ടു വേരിയേഷൻ ഓഫ് പവർ വിത്ത് ടെമ്പറേച്ചർ. എലാബറേറ്റ് വൈ. അവർ പറഞ്ഞു വരുന്നത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് വ്യത്യാസം വരുത്തി കഴിഞ്ഞാലും ടോല് അതായത് റിലാക്സേഷൻ ടൈമിൽ മാറ്റം ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. നമ്മൾ റിലാക്സേഷൻ ടൈമിൻ്റെ ഇക്വേഷന് എനിക്ക് റിലാക്സേഷൻ ടൈമിൻ്റെത് എനിക്കൊന്ന് -EE/m എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു മോഡും ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് റിലാക്സേഷൻ ടൈം ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഓർ അയോൺസ്. അതായത് ഈ അയോൺസിൻ്റെ ഇതിപ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങനെ കിറുകിറുകിറു എന്ന് പറയേണ്ടത് ഇങ്ങനെ തിരിഞ്ഞും പറഞ്ഞ് കളിക്കുമ്പോഴാണ് അതിൻ്റെ വെലോസിറ്റി കാരണം ഉണ്ടാകുന്നതാണ് റിലാക്സേഷൻ ടൈം. അല്ല അങ്ങനെയല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റിലാക്സേഷൻ ടൈം അതിൻ്റെ വെലോസിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഈ കറങ്ങി തിരിഞ്ഞും പറഞ്ഞ് കളിക്കുന്ന ഇലക്ട്രോണിൻ്റെ. As we know that in an application of electric field, it affects the velocities of electrons as they move in a particular direction. But on application of electric field, അതായത് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് the speed of electrons differ by 1 mm/second. നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് എന്തായിട്ട് മാറും? 1 mm/second. അതായത് എന്ന് പറയേണ്ടത് ഞാനിപ്പോൾ ഒരു ഡോട്ട് വരച്ചാൽ ഇതുപോലും ചിലപ്പോൾ 1 മില്ലിമീറ്ററിനെക്കാളും കൂടുതലായിരിക്കും. അതായത് ഇലക്ട്രോൺ ഇത്ര സ്പീഡിൽ മൂവ് ചെയ്യും. അത് പിന്നെ ഇവിടെ എത്തി ഇങ്ങനെ പോയി ഇത്രയേ പോവും. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഇത് പറയുമ്പോൾ എന്താ പറയുക സ്പീഡ് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനെ പോയി ദിസ് ഇസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. അതായത് ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇതിന് പ്രത്യേകിച്ച് ഇത് നീങ്ങുന്നുണ്ടെങ്കിൽ തന്നെ വലിയ നമുക്ക് കാര്യമായിട്ട് കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഞാൻ വെറുതെ ഇങ്ങനെ നീക്കുമെന്ന് പറയുന്നത് ഇത് ഭയങ്കര പറകുന്ന റോക്കറ്റ് പോലെ സ്പീഡിലാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ പോയി ഇങ്ങനെ ചെറുങ്ങനെ പോകുന്നല്ലോ. അതുകൊണ്ട് ഇറ്റ് ഈസ് വെരി സ്മോൾ ആൻഡ് ദാസ് ഇറ്റ് ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇല്ല എന്നല്ല പറഞ്ഞിരുന്നത്, പക്ഷേ അത് ഉണ്ട്. പക്ഷേ അത് വളരെ കുറച്ചായതുകൊണ്ട് അതിന് പ്രത്യേകിച്ചൊരു റോളില്ല. അത് ഭയങ്കര നെഗ്ലിജിബിളാണ്. ആസ് വി ചേഞ്ച് ദ ടെമ്പറേച്ചർ T. പക്ഷേ നമ്മൾ ടെമ്പറേച്ചർ മാറ്റുമ്പോൾ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ചേഞ്ചസ് ബൈ എ ലാർജ് എമൗണ്ട് ആസ് 100 m/s. നമ്മൾ ഈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഈ എക്സൈറ്റേഷൻ അത് കൈനറ്റിക് എനർജി വരും. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളിപ്പോൾ ഒരു കുട്ടി വെറുതെ എന്ന് പറയേണ്ടത് ഇരിക്കുന്നൊരു കുഞ്ഞു കുട്ടിക്ക് എന്നോട് പറയുകയാണ് എനിക്ക് ഞാനൊരു ഐസ്ക്രീം തരാം, പക്ഷേ ഇനി 100 മീറ്റർ ഓടണം എന്ന് പറയും. അപ്പോൾ ഐസ്ക്രീം ഒരു ടെമ്പറേച്ചർ പോലെ. ഐസ്ക്രീമിന് എങ്ങനെ ഒരുക്കുക? ഇങ്ങനെ ഞാൻ ഐസ്ക്രീമെല്ലാം വരയ്ക്കാൻ മാറുന്നത് ചെറുപ്പകാലത്തിൽ ഒരു ഐസ്ക്രീമെല്ലാം വരച്ചേനു. ഓക്കെ, ഐസ്ക്രീം കിട്ടുന്ന അറിഞ്ഞപ്പോൾ കുട്ടി ഭയങ്കര എനർജിയിലെങ്കിൽ ഫൂം എന്ന് പറയാം 100 മീറ്ററിൽ 200 മീറ്ററായിട്ട് ഓടിയിട്ട് അവസാനം എന്ന് പറയേണ്ടത്. കാരണം ഈ ചങ്ങായിക്ക് ഈ ടെമ്പറേച്ചർ എന്ന് പറയുന്ന സാധനം കിട്ടുമ്പോൾ ഈ ഇലക്ട്രോൺ ഭയങ്കര ഒരു ഫീൽ കിട്ടിയാൽ മാതിരിയാണ്. അപ്പോൾ ഫുള്ള് ഓടി ഫൂം
അതെത്ര സ്പീഡിലാവുക? 100 മീറ്റർ പെർ സെക്കൻഡ്. ദാറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. 100 മീറ്റർ ഒറ്റ സെക്കൻഡിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ തന്നെ നടന്ന് പോകുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു 5 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ഒരു സെക്കൻഡിൽ കവർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ്. ഈ ഇലക്ട്രോൺ ഒറ്റയടിക്ക് 100 മീറ്റർ കവർ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കാഞ്ഞിരം വരെ ഒറ്റയടിക്കുക എന്ന് പറയേണ്ടത് ഒരു സെക്കൻഡ് കൊണ്ട് എത്തിയ പോലെ അത്ര സ്പീഡിൽ ഇലക്ട്രോൺ പോകുന്നുണ്ടാവും. അതായത് ഇതിപ്പോൾ എൻ്റെ വീടാണെങ്കിൽ ഈ ഒരു എകരയെല്ലാം കയറി താഴെ കഴിഞ്ഞാൽ കാഞ്ഞിരം എന്ന് പറയുന്നത് നമ്മളെ ഈ പറയുന്ന രാമവിലാസ് സ്കൂളെത്തും. അപ്പോൾ എന്താ ഒരു സെക്കൻഡ് കൊണ്ട് പോവും കയറി താഴെ ഇറങ്ങി അത്ര സ്പീഡിലായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. അപ്പോൾ വീട് പോയി വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ചേഞ്ചസ് ബൈ ലാർജ് എമൗണ്ട് ആസ് 100 മീറ്റർ പെർ സെക്കൻഡ്. ദാസ് ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് എഫക്ട് ദാറ്റ് റിലാക്സേഷൻ ടൈം ചേഞ്ചസ് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ഈ പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇയാൾക്ക് ചേഞ്ച് വരുന്നില്ല, പക്ഷേ ടെമ്പറേച്ചർ കാരണം ഇയാൾക്ക് നേടേണ്ടത് ഈ ചേഞ്ച് വരുന്നുണ്ട്, നല്ല രീതിക്ക് ചേഞ്ച് വരുന്നുണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇതിലെ ചേഞ്ച് വളരെ മൈന്യൂട്ട് നെഗ്ലിജിബിൾ ആണ്. പക്ഷേ ടെമ്പറേച്ചർ കാരണം ഇതിലെ ചേഞ്ച് എന്താ, ഇറ്റ് ഇസ് സിഗ്നിഫിക്കൻറ്റ്, ഇറ്റ് ഇസ് നോട്ട് നെഗ്ലിജിബിൾ. നമുക്കതപ്പോൾ എനിക്ക് ഒരു സെക്കൻഡിൽ ഇവിടെ നിന്ന് മുതൽ കാഞ്ഞിരം വരെ എത്താൻ പറ്റുന്നുണ്ട്. എനിക്കെന്ത് അത് ആൾക്കാർ ശ്രദ്ധിക്കില്ല, ആൾക്കാർ വിചാരിക്കില്ല ഇവൻ മനുഷ്യനല്ല, ഇവനെന്തോ സൂപ്പർ പവറായിട്ടും കിട്ടിയല്ലോ. ദ പീപ്പിൾ വിൽ സ്റ്റാർട്ട് ടു നോട്ടീസ് ദറ്റ് ചേഞ്ച്. എനിക്കുണ്ടായ മാറ്റം ആൾക്കാർ ശ്രദ്ധിക്കുക. എനിക്കെന്ത് ഗുണമായിരിക്കും എന്ന് പറയാം. എനിക്ക് കാഞ്ഞിരം എന്ന് പറയേണ്ടത് കുറേ നടക്കണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് മിനിമം എടുക്കും ഞാൻ മെല്ലനെ നടക്കുന്നതാണ്. ഒറ്റ സെക്കൻഡ് കൊണ്ട് എന്താ പറയുക, 10 മിനിറ്റ് തൊട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഞാനിത് ഇവിടുന്ന് എൻ്റെ പുരയിലില്ല, ഞാൻ നേരെ രാമവിലാസ് സ്കൂളിൽ എത്തുവാണെങ്കിൽ എത്ര ഗുണമായിരിക്കും. ഒറ്റ സെക്കൻഡ് കൊണ്ട് എനിക്ക് അവിടെ പോയി എന്നിട്ട് ഒറ്റ സെക്കൻഡ് കൊണ്ട് വീട്ടിൽ തിരിച്ചു വന്ന് എനിക്ക് ഭയങ്കര എളുപ്പമില്ല കാര്യങ്ങൾ. അതാണ് ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ചിലപ്പോൾ എക്സാമിന് വരാൻ ചാൻസ് ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം പെട്ടു. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ കൂടി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ്, 4 ക്വസ്റ്റ്യൻസ് ആയാലും. പക്ഷേ 4 ക്വസ്റ്റ്യൻസ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു പാഠത്തിന് പോലും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. അതാണ് മോറൽ ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്. 4 ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് വെറുതെ ഒരു 4 മിനിറ്റ് കൊണ്ട് 4 ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് പോവുക. പക്ഷേ 20 മിനിറ്റ് ഞാൻ ഇതിലിപ്പോൾ എടുത്തിട്ടുണ്ട്. കാരണം എന്താ, ഓരോ ക്വസ്റ്റ്യനും നമ്മൾ മനസ്സിലാക്കി അത് എന്ന് പറയേണ്ടത് ആ ഹൃദയത്തിലങ്ങ് ഉറപ്പിച്ചിട്ട് എന്ന് പറയേണ്ടത്, എന്നിട്ട് വേണം അടുത്ത പാഠത്തിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഇതിലില്ലു. എന്താ ചെയ്യുക, ഈ പാഠം മര്യാദയ്ക്ക് പഠിക്കുക എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് അധികം പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ എന്ന് പറയുന്നത് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. എന്നാലേ ഇങ്ങനത്തെ ഞാൻ ഈ ചെയ്യുന്ന അതുപോലത്തെ നിങ്ങൾക്ക് ഇക്വേഷൻസ് എല്ലാം ഉണ്ടാക്കും, വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ കറണ്ട് ഇലക്ട്രിസിറ്റി. ഇനി അടുത്തൊരു ചാപ്റ്ററായിട്ട് ഇനി പിന്നെ കാണാം. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിന് വരാൻ സാധ്യതയുള്ള NCERT എക്സാമ്പിൾസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ PDF അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെ താഴെ പോയി ഇതായത് ഇയാളാണ് ഓം എന്ന് പറയുന്നത്. അപ്പോൾ പോയി ഇതൊന്നല്ല. ഓക്കെ ഇതിൽ കാണുന്നത് പേജ് നമ്പർ 105 എക്സാമ്പിൾ എന്താണ് 3.3. ഇതൊരു ന്യൂമറിക്കൽ ടൈപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ അതേ പേജിൽ തന്നെയല്ല എക്സാമ്പിൾ 3.4. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തീരാത്ത ഇത് പാടോ. ഓക്കെ, അടുത്തത് പേജ് നമ്പർ പേജ് നമ്പർ 112 112 എക്സാമ്പിൾ 3.5. ഇത് അത്യാവശ്യം കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏതെങ്കിലും സപ്പാർട്ടായിട്ട് ഇങ്ങനത്തെ ഒരു ഫിഗർ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം സപ്പാർട്ടായിട്ട്. അപ്പോൾ അതും പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ ഈ ഒരു നമ്മളെ കിർച്ചോഫിൻ്റെ റൂൾ ഉപയോഗിച്ചിട്ടില്ല കുറച്ച് സർക്യൂട്ട്സ് പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ഫിഗറെല്ലാം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടാൽ പേടിച്ച് പോകാൻ പാടില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് 116 എക്സാമ്പിൾ 3.6 ചെയ്യുക. അതേപോലെ 117 എക്സാമ്പിൾ 3.7. ഈ ഒരു സർക്യൂട്ട് നിങ്ങളാണ് ഇത്ര വലിയൊരു പോലത്തെ. അപ്പോൾ ഇതും പ്രാക്ടീസ് ചെയ്യുക. എൻ്റെ സൊല്യൂഷനെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ചെയ്ത് നോക്കുക. അതേപോലെ ഇത് കൂടി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലെ ഈ ഒരു ക്വസ്റ്റ്യന്, അതായത് പേജ് നമ്പർ 119 എക്സാമ്പിൾ 3.8. ഇത് കൂടി പ്രാക്ടീസ് ചെയ്യുക. ഇത് അത്യാവശ്യം കണ്ട് ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് കണ്ട് ഇത് അത്യാവശ്യം കുറച്ച് ചെയ്യാനുണ്ട്. ഓരോ ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്ന് അൺനോൺസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇനി ഡിലീറ്റഡ് ടോപ്പിക്സ് ആണ്, കാരണം ഇത് ഓൾഡ് NCERT സിലബസ് ആൻഡ് ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്ര എക്സാമ്പിൾസ് നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന്.